അസ്സലാമലൈക്കും നമസ്കാരം. ഇന്നത്തെ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന നല്ല ചൈനീസ് ടേസ്റ്റിൽ വെള്ളക്കടല യൂസ് ചെയ്തിട്ട് നല്ല ക്രഞ്ചി ആയിട്ടുള്ള ഒരു മഞ്ചൂരിയനാണ്, അതായത് ക്രഞ്ചി ചിക്പി മഞ്ചൂരിയൻ. അപ്പോൾ ഇത് എങ്ങനെ റെഡിയാക്കാമെന്നുള്ളത് നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും. അതിൽ ഓൺ എന്നുള്ള ഓപ്ഷൻ കൂടി കൊടുക്കാനായിട്ട് മറക്കരുത്. എന്നാൽ മാത്രമേ ഉണ്ടായിരുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ കിട്ടുകയുള്ളൂ. നമ്മളുടെ റെസിപ്പിയുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വെള്ളക്കടല ഞാനൊരു 6 മണിക്കൂർ വെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം അത് വേവിച്ചെടുക്കാം. പെട്ടെന്ന് റെഡിയാക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ കഴുകി വെച്ചിട്ടുള്ള കടല ഞാൻ കുക്കറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതുപോലെ തന്നെ വേവാൻ ആവശ്യമുള്ള വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് നമുക്ക് കവർ ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് 3 വിസിൽ അത്രയും മതി. അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കിയതിന് ശേഷം നമ്മുടെ കടല വെന്തിട്ടുണ്ടോ ഉള്ളത് നോക്കാം. നന്നായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വെന്തളിയരുത് കേട്ടോ, അങ്ങനെ ആകുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമുക്ക് നമ്മുടെ കടലയിലെ വെള്ളം ഇതുപോലെ സ്ട്രെയിൻ ചെയ്തിട്ട് മാറ്റണം. അപ്പോൾ ഈ വെള്ളം നിങ്ങൾ കളയണ്ട. ഇത് വെച്ചിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം, മെറിങ്കോ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക. ഇനി വേറൊരു ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് കോൺഫ്ലവർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അത് നമ്മൾ കടല ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനൊരു 8 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അളവൊന്നും നോക്കണ്ട, നമ്മൾ കടല കോട്ട് ചെയ്യാൻ എത്ര കോൺഫ്ലവർ വേണം അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ ഒരു ഏകദേശം 8 ടേബിൾ സ്പൂണോളുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി. കാരണം നമ്മൾ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ ചിലപ്പോൾ കടല ഉടഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ കുറച്ച് വലിയ ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുടഞ്ഞു കൊടുത്താൽ തന്നെ നമ്മൾ കടലയിൽ നന്നായിട്ട് കോട്ടായി കിട്ടും. അപ്പോൾ ഇത് നമ്മളൊരു ഫസ്റ്റ് കോട്ടിംഗ് ആണ്. അതിന് ശേഷം നമുക്ക് രണ്ടാമതൊരു കോട്ടിംഗ് കൂടി ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ മാത്രമേ നമ്മുടെ കട നല്ല ക്രഞ്ചി ആയിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഫസ്റ്റ് കോട്ടിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് വേറൊരു ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം നമ്മളുടെ ഈ ആദ്യത്തെ ബൗളിൽ നമ്മൾ കോൺഫ്ലവറൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാവും. അങ്ങനെ ആകുമ്പോൾ നമ്മൾ സെക്കൻഡ് കോട്ട് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇനി ഇതൊരു വേറെ ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ ആവശ്യത്തിലുള്ള കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് മുന്നേയായിട്ട് ഒരു അല്പം വെള്ളം ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മൾ കടലയിൽ ആ കോൺഫ്ലവർ ഒന്നും കൂടി നന്നായിട്ട് കോട്ട് ചെയ്ത് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾ കൈ വെച്ചിട്ട് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യരുത്, ഇതുപോലെ കുടഞ്ഞു കൊടുക്കാനേ പാടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ടെടുക്കാം. പിന്നെ ഈ ബാക്കിയുള്ള കോൺഫ്ലവർ നിങ്ങൾ കളയേണ്ട. നമ്മളുടെ ഈ റെസിപ്പിയിൽ ഗ്രേവി തിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ നമുക്ക് ഈ കോൺഫ്ലവർ യൂസ് ചെയ്യാം. അപ്പോൾ കോൺഫ്ലവർ വേസ്റ്റായി പോവുകയും ചെയ്യില്ല. അപ്പോൾ ഇവിടെ നന്നായിട്ട് കോട്ടായി കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നല്ല എന്താ പറയുക, പേൾസിൻ്റെ ഒക്കെ ഒരു ലുക്കിൽ വൈറ്റ് കളേർഡായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. നമ്മളുടെ കടലൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഞാനിവിടെ എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഹൈ ഫ്ലെയിമിൽ വേണം നമ്മളുടെ ഫ്ലെയിം വെക്കാനായിട്ട് കേട്ടോ. അതിനുശേഷം വേണം കടല ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. കാരണം ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ അതിന് ഉൾവശം ഭയങ്കര ഡ്രൈ ആയിട്ട് പോകും. അപ്പോൾ അങ്ങനെ വരാനായിട്ട് പാടില്ല. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമ്മൾ കടല ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ഒരുപാട് ഗോൾഡൻ ബ്രൗൺ കളർ ആവുമൊന്നും വേണ്ട, ജസ്റ്റ് ഒരു ചെറിയ ബ്രൗൺ കളർ മാത്രം മതി. അതിന് ശേഷം നമുക്ക് നമ്മുടെ ഓയിലിൽ നിന്നും കടല മാറ്റാം.
അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്ട്രിപ്പ് റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ ഒരു ചെറിയ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് മാറ്റാം. അതിന് ശേഷം ഇതുപോലെ ടിഷ്യൂ വെച്ചിട്ടുള്ള ഒരു പ്ലേറ്റിലേക്ക് അല്ലെങ്കിൽ സ്ട്രെയിനറിലേക്ക് നമുക്ക് കോരി മാറ്റാം. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ള കടല കൂടി ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ എല്ലാ കടലയും ഇവിടെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ല ക്രഞ്ചിയാണ് കേട്ടോ. ഇതിങ്ങനെ കഴിക്കുമ്പോൾ നമ്മളെ കടല വറുത്തൊരു ടേസ്റ്റൊക്കെ തന്നെയാണ്. ഇനി ഗ്രേവി പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഒരു പാനിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഒലിവ് ഓയിലാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണയോ സൺഫ്ലവറോ ഏതാണെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കുക. ഇനി എണ്ണ ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ചതക്കേണ്ട, ഇതുപോലെ ചോപ്പ് ചെയ്യുന്നതാണ് ടേസ്റ്റ്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് സവാള കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ 2 ചെറിയ സവാളയാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി വേണമെങ്കിൽ നീളത്തിലാണ് കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ കട്ട് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിൻ്റെ പച്ചമുളകൊന്ന് മാറുന്ന വരെ നമുക്കിതൊന്ന് സോട്ട് ചെയ്തിട്ട് എടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. സവാള ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ക്യാപ്സിക്കം ആഡ് ചെയ്തതിന് ശേഷം 1 മിനിറ്റ് നമ്മൾ സോട്ട് ചെയ്യാൻ പാടുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്രഞ്ചിനെസ് നഷ്ടപ്പെടും. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിനി ഇതിലേക്ക് സോസുകളാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഹോട്ട് ആൻഡ് സ്വീറ്റ് ടൊമാറ്റോ സോസാണ്. എരിവും മധുരം കൂടിയുള്ള സോസ് ഉണ്ടല്ലോ, അതാണ്. ഇത് കയ്യിലില്ലാത്തവർക്ക് വേണമെങ്കിൽ ഒരു 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും മാത്രം വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഈ സോസ് 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സോസ് അത്യാവശ്യം എരിവുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് പച്ചമുളകും കുരുമുളക് പൊടിയും ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ ഒരു ചെറിയ പച്ചമുളകൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ വിനീഗറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്പ്രിംഗ് ഓനിയൻ ഉണ്ട്, അത് കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്പ്രിംഗ് ഓനിയൻ്റെ ഒക്കെ അളവ് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് 2 മിനിറ്റ് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1 ടീസ്പൂൺ ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിലുള്ള വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര കൺസിസ്റ്റൻസി വേണം അതിനനുസരിച്ച് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. പക്ഷേ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുക, കുറവുള്ളത് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. നമ്മളെ ഗ്രേവിയിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു കോൺഫ്ലവർ നമ്മളുടെ മറ്റേ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടെന്ന കോൺഫ്ലവറാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ കറി ഇവിടെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളുടെ കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ എത്ര തിക്നെസ് വേണം അതിനനുസരിച്ച് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ കംപ്ലീറ്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ കുറച്ച് ഡ്രൈ ഗ്രേവി ആയിരിക്കും, ഒരുപാട് ലൂസ് കൺസിസ്റ്റൻസി ഒന്നും ആയിരിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണം അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. നമ്മളുടെ ഗ്രേവി നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കടല ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. കടല ആഡ് ചെയ്ത് ഇടയിൽ കടല ആഡ് ചെയ്യുന്നതിൻ്റെ വീഡിയോ കട്ടായി പോയിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. ഇനി ഇത് 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
അങ്ങനെ നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്പ്രിംഗ് ഓണിയൻ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ നമ്മളെ ക്രഞ്ചി ചിക്പി മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്കിത് ഒറ്റയ്ക്കൊന്ന് കഴിക്കാനാണ് കൂടുതൽ ഇഷ്ടം. അത് നമ്മൾ വൈകുന്നേരം എല്ലാവരും ഒരുമിച്ചിരുന്നിട്ടൊക്കെ കഴിക്കില്ല നമ്മൾ ബേക്കറിക്ക്. അതിന് പകരം ഇത് ചുമ്മാ ഇരുന്ന് കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ്. പിന്നെ അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനും ടേസ്റ്റാണ്. പിന്നെ നിങ്ങളിത് ഫ്രൈ ചെയ്തിട്ടും ഫ്രൈ ചെയ്യാതെയും കൂടി ഒന്ന് ചെയ്ത് നോക്കുക. രണ്ടും നല്ല ടേസ്റ്റാണ്. അപ്പോൾ രണ്ടും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാല്ലാ പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.